അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഹണ്ടർ ഗ്യാദറർ ആയ ടൈമിലേക്ക് പോകുമ്പോൾ, ആൻഷ്യൻ ടൈമിലേക്ക് പോകുമ്പോൾ ഇവർ ഫൈൻഡ് ചെയ്താണ് അന്നത്തെ കാലത്ത് കിട്ടിയിരുന്ന സ്കള്ളുകൾക്കൊക്കെ ഭയങ്കര റയറായിട്ട് എന്തുള്ളൂ, പല്ലുകൾക്ക് ക്യാവിറ്റീസും അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത ഡിഫോർമാലിറ്റീസും ഒക്കെ ഉണ്ടല്ലോ. ഈ മാലക്ലൂഷനും പല്ല് പൊന്തലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നിൽക്കണൊക്കെ അതൊക്കെ വളരെ റയറാണ്, ചുരുക്കമാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അന്നത്തെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഡയറ്റാണ്. നമുക്ക് ഹണ്ട് ചെയ്താണ് കിട്ടുന്ന ഇറച്ചിയൊക്കെ നല്ല കടിച്ച് പറിച്ച് കഴിക്കേണ്ടി വരും. എല്ലുകൾ ഉണ്ടാവും, അത് കടിച്ച് പൊട്ടിക്കേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ ഉള്ളത്തെ ബോൺ മാരൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹെവി ചൂയിങ് ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. നമ്മളിപ്പോഴത്തെ ഡയറ്റ് എങ്ങനെയാണ്? ഫുള്ള് സോഫ്റ്റ് സാധനങ്ങളാണ് അധികം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡയറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കംഫർട്ടബിൾ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി അതിനെ അഡാപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ച്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് വലിയൊരു ജോസോ വലിയ അത്യാവശ്യം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടീത്തിൻ്റെയോ ആവശ്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ മര്യാദക്ക് ജോസ് കടിച്ചു പൊട്ടിക്കാനൊന്നും ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ അതിനും മര്യാദക്ക് വളർച്ച ഉണ്ടാവില്ല.